ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ക്ലാസ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറിയുടെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ മെഷർമെൻറ്റ് ഓഫ് പ്രഷർ ഡിസ്കസ് ചെയ്തു. ഇനി ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്സ് ഒരു ചെറിയ ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ്. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്താണ്? ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ, ഹൈഡ്രോസ്റ്റാറ്റിക് മീൻസ് the fluid or liquid in static condition, that means without motion. മോഷൻ 0 ആയിരിക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു ലിക്വിഡ് ഒരു സർഫസിൽ ചെലുത്തുന്ന ഫോഴ്സിനെ കുറിച്ചാണ് ഈ ഒരു ചെറിയ സെഷനിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അതല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഈ ഒരു ഫോഴ്സ് രണ്ട് രൂപത്തിലാണ് ഒരു ബോഡിയിൽ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ദാറ്റ് ഈസ് ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ് തന്നെയാണ്. ഒരു ഒബ്ജക്റ്റ് ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ആ ഒരു സർഫസിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, നമുക്കറിയാം അതിന് മുകളിൽ ലിക്വിഡ് ഉണ്ടാകും. ഈ ലിക്വിഡ് ആ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. എന്നാൽ നെക്സ്റ്റ് ഒരു ഫോഴ്സ് നമുക്കറിയാം, ദാറ്റ് ഇസ് ബോയൻ്റ് ഫോഴ്സ്. ബോയൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ്, ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള ലിക്വിഡിൽ ഒരു ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ താഴെ നിന്ന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന ഫോഴ്സാണ് ബോയൻ്റ് ഫോഴ്സ്. ഇപ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിനെ ടോട്ടൽ പ്രഷർ ഓർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് മുകളിൽ ആ ലിക്വിഡ് ചെലുത്തുന്ന ഫോഴ്സിനെ ടോട്ടൽ പ്രഷർ എന്ന് പറയും. ബോയൻ്റ് ഫോഴ്സ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ താഴെ നിന്ന് വരുന്ന ഫോഴ്സിനെ എന്ത് പറയും? ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയും. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ടോട്ടൽ പ്രഷറിനെ കുറിച്ചാണ്. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ പ്രഷറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ടോട്ടൽ പ്രഷർ 3 കേസുകളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു സിമ്പിൾ ഇക്വേഷനിലൂടെ തന്നെ നമുക്ക് ഈ ഒരു 3 കേസും പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഒരു പ്രോബ്ലം കൂടി ഈ ഒരു സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സോ നമ്മളിവിടെ പറയുന്നത് ടോട്ടൽ പ്രഷർ. സോ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സ്റ്റാറ്റിക് fluid on a surface or body when the fluid comes in contact with surface or body. This force always perpendicular to the surface. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ലിക്വിഡിൽ അതല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൽ നമ്മളൊരു ബോഡി ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ 3 കേസുകളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 3 ടൈപ്പ്: ഹൊറിസോണ്ടലി ഇമ്മേഴ്സ്ഡ് സർഫസ്, ടോട്ടൽ പ്രഷർ ഓൺ ഹൊറിസോണ്ടലി ഇമ്മേഴ്സ്ഡ് സർഫസ്, അതേപോലെ ടോട്ടൽ പ്രഷർ ഓൺ വെർട്ടിക്കൽ ഇമ്മേഴ്സ്ഡ് സർഫസ് ആൻഡ് ടോട്ടൽ പ്രഷർ ഓൺ ഇൻക്ലൈൻഡ് ആയിട്ട് ഇമ്മേഴ്സ് ആയിട്ടുള്ളൊരു സർഫസിലും എന്താണ് ടോട്ടൽ പ്രഷർ വരുന്നതെന്ന് നോക്കാം. ഇതിന് ഡെറിവേഷനും കാര്യങ്ങളെല്ലാം പോകുന്നതിനപ്പുറം നമുക്ക് ഇക്വേഷൻ മാത്രമാണ്. ഫസ്റ്റ് കേസിന് ഡെറിവേഷൻ മാത്രം പറയാം. ബാക്കിയുള്ള 3 കേസിലും സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. പക്ഷെ അത് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഓക്കെ, സോ ഫസ്റ്റ് കേസ് ഹൊറിസോണ്ടലി ഇമ്മേഴ്സ്ഡ് സർഫസ്. സോ ഹൊറിസോണ്ടലി ഇമ്മേഴ്സ്ഡ് സർഫസ്, ഈ ഒരു പ്ലേറ്റിൽ, ഓക്കെ, ഇത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ, സോ ഈ രൂപത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോഡിയിൽ അതല്ലെങ്കിൽ ഈ ഒരു പ്ലേറ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ അതല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേര് എക്സ് ബാർ എന്നാണ്. നമുക്കിതിൻ്റെ ടേംസ് പരിചയപ്പെടാം. സോ എ ഈസ് ഈക്വൽ ടു ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ഇമ്മേഴ്സ്ഡ് സർഫസ്. ഈ ഒരു
പ്ലേറ്റിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് കാണുന്നതാണിത്. സോ ഏരിയ ക്രോസ് സെക്ഷൻ സ്മോൾ ഡബ്ല്യു സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡ്, ഈ ലിക്വിഡിൻ്റെ സ്പെസിഫിക് വെയിറ്റ്, ഈ ലിക്വിഡിൻ്റെ സ്പെസിഫിക് വെയിറ്റ് ആണ് സ്മോൾ ഡബ്ല്യു. ദെൻ എക്സ് ബാർ, ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. ദിസ് ഈസ് ഫ്രീ സർഫസ്. ഈ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ദിസ് ഈസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഹൊറിസോണ്ടൽ കേസ്. ഈ ഹൊറിസോണ്ടൽ കേസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. ഓക്കെ, ഇനി ഈ ഒരു പ്ലേറ്റിന് മുകളിൽ വരുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. ഈ ഒരു ഭാഗമാണ്, ഇത്രയും ഭാഗത്തുള്ള ലിക്വിഡാണ് ഈ ഒരു പ്ലേറ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ. അപ്പോൾ നമുക്ക് എന്ത് വരും? ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ വോളിയം ഇതിന് മുകളിലുള്ള, അതായത് ഇത്രയും ഈ ഏരിയ ക്രോസ് സെക്ഷന് മുകളിലുള്ള വോളിയം, ആ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി. നമുക്കറിയാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് തന്നെയാണ് ഇതിന് മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. സോ വെയിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, റോ വി ജി. സോ ടോട്ടൽ പ്രഷർ ഈസ് ഇക്വൽ ടു വെയിറ്റ് ഓഫ് ദി ലിക്വിഡ്. വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് എന്താ വരുന്നത്? പറഞ്ഞു, റോ ഇൻറ്റു വി ഇൻറ്റു ജി. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, വി എന്ന് പറഞ്ഞാൽ ഈ വോളിയം, ഇതിന് മുകളിലുള്ള വോളിയം. ആ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഇൻറ്റു വി. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ക്രോസ് സെക്ഷൻ ഇൻറ്റു ഹൈറ്റ്. ദിസ് ഈസ് വോളിയം. ഏരിയ ക്രോസ് സെക്ഷൻ ഇൻറ്റു ഈ ഹൈറ്റ് ആണ് അവിടെ വോളിയം വരുന്നത്. ദെൻ ജി. സോ റോ ഇൻറ്റു ജി നമുക്കറിയാം, ദാറ്റ് ഈസ് സ്പെസിഫിക് വെയിറ്റ്. നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന ഒരു ബേസിക് ഇക്വേഷൻ ആണ് റോ ഇൻറ്റു ജി, ദാറ്റ് ഈസ് സ്മോൾ ഡബ്ല്യു സ്പെസിഫിക് വെയിറ്റ്. സോ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു W into A into X bar. That means specific weight in the area cross section into X bar. This is total pressure on horizontally immersed surface. ഇനി സെയിം ഇക്വേഷൻ തന്നെയാണ് വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് സർഫസിൽ വരുന്നത്. സോ നമുക്ക് വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് സർഫസ് നോക്കാം. ദെൻ വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് സർഫസ്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്, ദാറ്റ് ഈസ് എക്സ് ബാർ. വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള സർഫസിന് നമുക്ക് കിട്ടുന്നത് ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു W ഇൻറ്റു A ഇൻറ്റു എക്സ് ബാർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓരോ ഷേപ്പിനനുസരിച്ചാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. സോ ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് വിചാരിക്കുക. ഒരു ട്രയാങ്കിൾ പീസ് വെർട്ടിക്കലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുകയും പ്ലസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് h/3. ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ h/3 ആണ്. സോ കുറച്ച് ഒബ്ജക്റ്റുകളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ മെമ്മറൈസ് ചെയ്യുക. ഇവിടെ സർക്കിൾ ആണെങ്കിൽ എത്രയാണ് ഡയമീറ്റർ? /2. ഓക്കെ, നമ്മൾ പറഞ്ഞു എക്സ് ബാർ, ഈ ഒരു കേസിൽ എക്സ് ബാർ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇതുവരെയുള്ള ഡിസ്റ്റൻസായി പ്ലസ് ഈ ട്രയാങ്കുലർ പ്ലേറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഒരു കേസിൽ ഇത് ജസ്റ്റ് ഒരു y ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഒരു കേസിൽ, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു y പ്ലസ് h/3 എന്നായിരിക്കും ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസിൽ എക്സ് ബാർ വരുന്നത്. ഇക്വേഷൻ സെയിം ആണ്. ഞാൻ പറഞ്ഞു ഏതാണോ പ്രോബ്ലം ആ പ്രോബ്ലത്തിനനുസരിച്ച്. ഏരിയ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രയാങ്കിളിൻ്റെ ഏരിയ, ദാറ്റ് ഈസ് ഹാഫ് BH. സോ വി വിൽ ഗെറ്റ് ദി സെയിം ഇക്വേഷൻ. ഇനി അടുത്തൊരു കേസ് കൂടി നമുക്ക് പറയാനുള്ളത് ടോട്ടൽ പ്രഷർ ഓൺ ഇൻക്ലൈൻഡ് സർഫസ്.
ടോട്ടൽ പ്രഷർ ഓൺ ഇൻക്ലൈൻഡ് സർഫസ്. നേരത്തെ പറഞ്ഞു എല്ലാത്തിനും സെയിം ഇക്വേഷനാണ് വരുന്നത്. അത് എക്സ് ബാറിൻ്റെ കേസിൽ മാത്രമാണ് മാറ്റം വരുന്നത്. വെർട്ടിക്കൽ കേസ് നമ്മൾ പറഞ്ഞു എക്സ് ബാർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഇൻക്ലൈൻഡ് സർഫസ്. സോ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ കേസിൽ ശ്രദ്ധിക്കുക, ഈ ഒരു ഡിസ്റ്റൻസ്, ദിസ് ഡിസ്റ്റൻസ് പ്ലസ് ദിസ് ഡിസ്റ്റൻസ്. സോ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ദിസ് ഈസ് തീറ്റ. ഓക്കെ, സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എക്സ് ബാർ കിട്ടുന്നത്. സോ വി വിൽ ഗെറ്റ് ഫൈനലി ദി സെയിം ഇക്വേഷൻ, ടോട്ടൽ പ്രഷർ ഓൺ ഇൻക്ലൈൻഡ് സർഫസ് ദാറ്റ് ഈസ് ഈക്വൽ ടു small w into a into x bar. Okay, what is the unit of total pressure? SI unit, that is Newton. ശ്രദ്ധിക്കുക, ഫോഴ്സിൻ്റെ സെയിം യൂണിറ്റ് തന്നെയാണ് ടോട്ടൽ പ്രഷറിനും വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. അതോടുകൂടി നമുക്ക് ഈ ടോട്ടൽ പ്രഷർ എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 30 ഡിഗ്രി ഇൻക്ലൈൻഡ്. പിന്നെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത് 1.5 മീറ്റർ ബിലോ ദി ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. അപ്പോൾ 1.5 മീറ്റർ ബിലോ ദി ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ആണ്. അതേപോലെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. 2 മീറ്റർ ഇൻറ്റു 3 മീറ്റർ ഡയമെൻഷനുള്ള ഒരു പ്ലേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ അത് നമുക്കൊന്ന് വരച്ച് നോക്കാം. സോ ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ്. ഇതിൻ്റെ ദിസ് ഈസ് 2 മീറ്റർ, ദിസ് ഈസ് 3 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഒരു 30 ഡിഗ്രി, ദിസ് ഈസ് 30 ഡിഗ്രി ആംഗിൾ, ദിസ് ഈസ് 30 ഡിഗ്രി ആംഗിൾ. സോ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ നമ്മുടെ ഫോഴ്സ് ആണ്. സോ അതിൻ്റെ ലെറ്റർ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കണം. W ഇൻറ്റു എ ഇൻറ്റു എക്സ് ബാർ. സോ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ നമുക്കറിയാം. എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഏരിയ ക്രോസ് സെക്ഷൻ. എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 6 മീറ്റർ സ്ക്വയർ. സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു 9.81 ദാറ്റ് ഈസ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് ഓഫ് എനി ലിക്വിഡ് ദാറ്റ് ഈസ് ഡെൻസിറ്റി ഇൻറ്റു ജി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ദാറ്റ് ഈസ് 1000 ഇൻറ്റു 9.81. ഓക്കെ, ദെൻ എ നമുക്ക് കിട്ടി, സ്മോൾ w കിട്ടിയെന്ന് നമുക്ക് കാണേണ്ടത് എക്സ് ബാർ ആണ്. ഈ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എ ബി എന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 1.5 പ്ലസ് ഈ ഒരു എ ബിയിലേക്കുള്ള ഡിസ്റ്റൻസും രണ്ടും കൂടി കൂടിയതാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്കറിയാം ഇവിടെ ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.5 മീറ്റർ. എങ്ങനെ കിട്ടി? ഈ ഒരു ലെങ്ത്തിൻ്റെ നേരെ പകുതിയാണ്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ പ്ലേറ്റിൻ്റെ നേരെ സെൻറ്ററിലായിരിക്കും. സോ അതിൻ്റെ ഈ ഒരു ഹാഫ് ഡിസ്റ്റൻസിലായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. സോ 1.5 മീറ്റർ. ഇനി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ OAB sin 30 degree is equal to AB by, this is hypotenuse. So AB by, നമുക്ക് കാണേണ്ടത് AB ആണ്. സോ AB is equal to AB is equal to OB into sin 30. So OB നമുക്കറിയാം that is 1.5. 1.5 into sin 30. ഇനി നമുക്ക് എക്സ് ബാർ, വാട്ട് ഈസ് എക്സ് ബാർ?
x bar is equal to e total distance. This is x bar. So 1.5 plus AB. AB is 1.5 into sin 30. So 1.5 plus 1.5 sin 30 degree. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.25 മീറ്റർ. ഇനി നമ്മൾ ടോട്ടൽ പ്രഷർ അതല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. സോ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു എ ഇൻറ്റു എക്സ് ബാർ. ഈ വാല്യൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് specific weight into area cross section, that is 6 into x bar, that is 2.25. So we will get this is the answer. ടോട്ടൽ പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഇതാണ് ഡിപ്ലോമ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റനും കൂടിയാണിത്. സോ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പാർട്ട് സിയിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റനും കൂടിയാണിത്. സോ ഇതാണ് ടോട്ടൽ പ്രഷർ. ഏറ്റവും സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ്. ടോട്ടൽ പ്രഷർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ തീർന്നിരിക്കുകയാണ്. സോ നമ്മൾ ഒരുപാട് ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് പറഞ്ഞു, പിന്നെ മെഷർമെൻറ്റ് ഓഫ് പ്രഷർ പറഞ്ഞു, അതേപോലെ ലാസ്റ്റ് പറഞ്ഞ ചെറിയൊരു ടോപ്പിക്കാണ് ടോട്ടൽ പ്രഷർ എന്നുള്ളൊരു കൺസെപ്റ്റ്. സോ 3 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. 3നും സെയിം ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നതിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. സോ അത് ഈ ഒരു ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു എവരി വൺ.